സദ്ഗുരുവേ ശരണം. നമുക്ക് നല്ല ഒരു കഥയിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചാലോ? കുട്ടികൾക്ക് മാത്രമല്ല, കഥ വലിയവർക്കും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അത് ഈ കഥ കേട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇംഗ്ലീഷ് ഗുരുവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. Once upon a time, a clever monkey lived on a mango tree beside a river. പണ്ടൊരിക്കൽ ഒരു നദിയുടെ തീരത്തുള്ള ഒരു മാംഗോ ട്രീയിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. The monkey was very clever. വളരെ കൗശലക്കാരനായ ബുദ്ധിമാനായ ഒരു കുരങ്ങനായിരുന്നു. നമ്മൾ മുമ്പ് ഒരു വാടകയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് എന്ന് പറയണം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, we lived in a rented flat. റെന്റഡ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വാടകയ്ക്കെടുത്ത ഫ്ലാറ്റ്. ഇവിടെ ബിസൈഡ് എ റിവർ എന്ന ഫ്രേസ് ഒന്ന് നോക്കി. എന്താണ് ബിസൈഡിന്റെ മീനിങ്? ബൈ ദ സൈഡ്. പക്ഷെ ഈ ബിസൈഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വേർഡാണ്. ഒരു എസും കൂടെ ചേർത്താൽ മതി. ബിസൈഡ്, ബിസൈഡ്സ്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ഏകദേശം ഒരുപോലെ ഇരിക്കും അല്ലേ? അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താ നമുക്കൊന്ന് നോക്കാം. ഷീ സാറ്റ് ബിസൈഡ് മീ എന്ന് പറഞ്ഞാൽ അവൾ എന്റെ സൈഡിലിരുന്നു, അടുത്തിരുന്നു. ഇനി ബിസൈഡ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടില്ല, മാത്രമല്ല അത് വളരെ വില കൂടിയതുമാണ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഷർട്ട്, ബിസൈഡ്സ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. മനസ്സിലായോ? എനിക്ക് ഒന്നാമത് ഇത് ഇഷ്ടപ്പെട്ടില്ല, പോരാതെ അതിന് വിലയും കൂടുതൽ. ഇൻ അഡിഷൻ. അപ്പൊ നമുക്ക് നമ്മുടെ മങ്കിയിലേക്ക് തിരിച്ചു വരാം. ഹി ലവ്ഡ് ഈറ്റിംഗ് ദ സ്വീറ്റ് മാംഗോസ് ആൻഡ് സ്വിംഗിങ് ഓൺ ദ ബ്രാഞ്ച്. ഹി ലവ്ഡ്, എന്താണ് ഇഷ്ടപ്പെട്ടിരുന്നത് ഇത്രയും? ഈറ്റിംഗ് ദ സ്വീറ്റ് മാംഗോസ്, നല്ല മധുരമുള്ള മാങ്ങകൾ കഴിക്കുന്നതും, ആൻഡ് സ്വിംഗിങ് ഓൺ ദ ബ്രാഞ്ച്. സ്വിംഗിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക. സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ. സ്വിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഊഞ്ഞാൽ. അപ്പൊ ഊഞ്ഞാൽ ആടുന്നതിന് സ്വിംഗിങ് എന്ന് പറയും. അപ്പൊ വാട്ട് ഡിഡ് ഹി ലവ് ടു ഡു? ഹി ലവ്ഡ് ഈറ്റിംഗ് ദ സ്വീറ്റ് മാംഗോസ് ആൻഡ് സ്വിംഗിങ് ഓൺ ദ ബ്രാഞ്ചസ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറഞ്ഞാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് കുട്ടികൾ. അപ്പൊ സെയിം മെത്തേഡ് നമ്മൾ വലിയവർക്കും ഫോളോ ചെയ്യാം. ഇപ്പൊ ഇതിലെ സ്റ്റോറി വളരെ കുട്ടി സ്റ്റോറി ആയിരിക്കും, ബട്ട് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അത് നല്ലതല്ലേ? വൺ ഡേ എ ക്രോക്കഡൈൽ കെയിം ടു ദ റിവർ ബാങ്ക്. ഒരു ദിവസം ഒരു ക്രോക്കഡൈൽ, ഒരു മുതല ആ റിവർ ബാങ്കിൽ വന്നു. ദ മങ്കി കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി ഓഫേർഡ് ഹിം സം മാംഗോസ്. അപ്പോ ദ മങ്കി, അപ്പൊ ഇവിടെ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. എ ആൻഡ് ദ, ഇത് മൂന്നും ആർട്ടിക്കിൾസ് ആണ്. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ എന്താ പറഞ്ഞ? വൺസ് അപ്പോൺ എ ടൈം ദ ലിവ്ഡ് എ മങ്കി. ഒരു മങ്കി താമസിച്ചിരുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇതില് ആ മങ്കിയെ കുറിച്ച് വീണ്ടും പറഞ്ഞപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ മങ്കി ഓഫേർഡ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞ മങ്കിയെ കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് പറയണം, ഉറപ്പിച്ച് പറയണം. ദ മങ്കി ഓഫേർഡ് ഹിം സം മാംഗോസ് ബിക്കോസ് ഹി വാസ് സോ കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി. അപ്പൊ കൈൻഡ്, ഫ്രണ്ട്ലി ഇതൊക്കെ മങ്കിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. അപ്പൊ ഇതിന് പറയുന്ന അഡ്ജക്റ്റീവ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. സോ ദ മങ്കി കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി ഓഫേർഡ് ദ ക്രോക്കഡൈൽ സം സ്വീറ്റ് മാംഗോസ്. ഓഫർ ചെയ്യാന്ന് പറഞ്ഞാൽ കൊടുക്കാം, വാഗ്ദാനം ചെയ്തു. ഇവിടെ വാഗ്ദാനം ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൊടുത്തു എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാട്ട് ഡിഡ് ദ ക്ലെവർ മങ്കി ഓഫർ ദ ക്രോക്കഡൈൽ? ദ ക്ലെവർ മങ്കി, ആൻസർ വരുമ്പോൾ ഓഫേർഡ് എന്ന് പറയണം. ക്വസ്റ്റ്യനിൽ ഓഫർ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ബട്ട് ആൻസർ പറയുമ്പോൾ ദ ക്ലെവർ മങ്കി ഓഫേർഡ് ദ ക്രോക്കഡൈൽ സ്വീറ്റ് മാംഗോ. ദ ക്രോക്കഡൈൽ ലവ്ഡ് ദം. ക്രോക്കഡൈലിന് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് കെയിം എവറി ഡേ to eat and chat with the monkey. എല്ലാ ദിവസവും വരാൻ തുടങ്ങി. Came every day, എല്ലാ ദിവസവും വന്നു. എന്തിനാണെന്ന് അറിയാമോ? To eat and chat. കഴിക്കാനും സംസാരിക്കാനും. ഇപ്പൊ ഇത് പാസ്റ്റ് ടെൻസിലാണ് ഈ സെന്റൻസ് പറഞ്ഞത്, ബട്ട് ടു വന്നപ്പോ അതിനുശേഷം ഞാൻ ഈറ്റ് ആൻഡ് ചാറ്റ് എന്നാ പറഞ്ഞത്. അത് ടു എന്ന് പറയുന്ന ആ വേർഡിന്റെ പ്രത്യേകതയാണ്. ടു എന്ന് പറയുന്ന ആ വേർഡിന് ശേഷം വരുന്ന വേർബ് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ടു ഈറ്റ് ആൻഡ് ചാറ്റ്, ടു ഗോ, പോകാൻ. അവിടെ അർത്ഥം പോകാൻ എന്നാണ്, കഴിക്കാൻ, ടു ഈറ്റ്. അപ്പൊ അത് എപ്പോഴും നോക്കിക്കൊള്ളണം. പാസ്റ്റ് ടെൻസിൽ നമ്മൾ സംസാരിക്കായിരിക്കും, പക്ഷെ നമുക്കിപ്പോ പോകാൻ എന്ന് പറയണമെങ്കിൽ ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ പാസ്റ്റ് ടെൻസ് ടു എയ്റ്റ് എന്നൊന്നും പറയരുത്,
to eat. They became good friends. അവർ നല്ല സുഹൃത്തുക്കളായി. വളരെ ഈസി ആയിട്ടും വളരെ രസകരമായിട്ടും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് 3-month കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സുകളും ഡെയിലി വാട്സാപ്പ് ക്ലാസ്സുകളും ഗൈഡൻസും പ്രാക്ടീസും ആക്ടിവിറ്റീസും എല്ലാം ഉള്ള ഒരു പാക്കേജ് ആണിത്. മാത്രമല്ല 2nd മന്തിന് ശേഷം 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസും നൽകും. ഇപ്പൊ ഈ കഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയാണ് ഇപ്പൊ ഈ കഥ ഉപയോഗിച്ചത്. പക്ഷെ നമ്മുടെ കുട്ടികളില്ലേ 10-12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ക്യാരക്ടർ മൗൾഡ് ചെയ്യാനും അവരുടെ ഉള്ളിൽ നല്ല നല്ല തോട്ട്സ്, ഇന്ന് വയലൻസും എല്ലാം പെരുകുന്ന ഒരു കാലമാണ് അല്ലെ. കുട്ടികളുടെ ഉള്ളിൽ നല്ല തോട്ട്സ് ആണ് നമ്മളിപ്പോൾ ഫീഡ് ചെയ്യേണ്ടത്. അതിന് സ്റ്റോറീസ് ആണ് ഏറ്റവും നല്ല ടൂൾ. അപ്പം ഇംഗ്ലീഷും പഠിക്കാം, കുട്ടികളുടെ ക്യാരക്ടറിൽ അവരുടെ മൈൻഡിൽ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഫീഡ് ചെയ്യുകയും ചെയ്യാം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇംഗ്ലീഷ് ത്രൂ മോറൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. അത് ഓരോ മാസവും 4 ക്ലാസ്സുകൾ വീതമാണ്. അതിനൊരു പ്രത്യേക ടൈം അല്ല, എപ്പോൾ വേണമെങ്കിലും എല്ലാ മാസവും തുടക്കത്തിൽ നിങ്ങൾക്ക് അതിന് ചേരാം. അതിന് ഫ്ലെക്സിബിൾ ടൈമിങ്സ് ഉണ്ട്. അതിന് താല്പര്യമുള്ളവർ വിളിക്കുക. പിന്നെ ഒരു 30-day വാട്സാപ്പ് ക്ലാസ്സും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി നടത്തുന്നുണ്ട്. ഡെയിലി ഒരു 20 minutes ഒക്കെ നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 30 days കൊണ്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ സയൻസ് ട്യൂഷനാണ്. എൻ്റെ സിസ്റ്റർ ഇൻ ലോയ ശ്രീജയ 20 years എക്സ്പീരിയൻസ് ഉള്ള ഒരു സയൻസ് ടീച്ചറാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് CBSEയുടെ 10th സ്റ്റാൻഡേർഡ് പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിൽ പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആൻസർ എങ്ങനെ എഴുതണം, എങ്ങനെ എഴുതിയാൽ നിങ്ങളുടെ കുട്ടികൾക്ക് 10th മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഒരു ആൻസർ കീയുടെ ഒരു സ്റ്റൈൽ എന്താണ്, ഇതെല്ലാം വളരെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന ആളാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു കോച്ചിങ് നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ടീച്ചറിനെ പഠിപ്പിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചറാണ് ശ്രീജയ. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. 8th, 9th, 10th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ട്യൂഷൻ നമ്മൾ കൊടുക്കുന്നതാണ്. അത് വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, പ്രോഗ്രസ് കാർഡ് ഉണ്ടാവും, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ് ആയിരിക്കും അവർക്ക് 8th സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല പലപ്പോഴും 10th എത്തുമ്പോൾ സയൻസ് ഭയങ്കര പാടാണ്, കെമിസ്ട്രി, ഫിസിക്സ് ഇതിലൊക്കെ ഒരുപാട് സംശയങ്ങളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കീ ആയിട്ടുള്ള കാര്യങ്ങൾ, കീ പോയിന്റ്സ് അത് 8th സ്റ്റാൻഡേർഡിൽ അതിൻ്റെ ബേസിക്സിൽ വന്നിട്ടുള്ള ചില പോരായ്മകളോടാണ്. അപ്പം ആ 8th സ്റ്റാൻഡേർഡിലെ ബേസിക്സ് നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ 9th സ്റ്റാൻഡേർഡിലേക്ക് വിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 10th എത്തുമ്പോൾ അവർക്ക് സയൻസ് വളരെ ഈസി ആയിട്ട് ചെറിയ ഒരുപാട് രസകരമായ രീതിയിലായിരിക്കും സയൻസ് പഠിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം. ദ ക്രോക്കഡൈൽ ടോൾഡ് ഹിസ് വൈഫ് അബൌട്ട് ദ മങ്കി. മങ്കിയെ കുറിച്ച്, അബൌട്ട് ദ മങ്കി എന്ന് വെച്ചാൽ മങ്കിയെ കുറിച്ച് ക്രോക്കഡൈൽ ഭാര്യയോട് പറഞ്ഞു. ടോൾഡ് പറഞ്ഞു. അപ്പൊ ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഷി ബിക്കെയിം ജലസ്. ഭയങ്കര അസൂയായി. മങ്കിയുടെ അടുത്ത് ഭയങ്കര അസൂയ. ഷി വാണ്ടഡ് ടു ഈറ്റ് ദ മങ്കീസ് ഹാർട്ട്. ഷി വാണ്ടഡ് ടു ഈറ്റ് ദ മങ്കീസ് ഹാർട്ട്, തിങ്കിങ് ഇറ്റ് വുഡ് ബി സ്വീറ്റ് because he ate sweet mangoes. ചില്ലറ ആഗ്രഹമൊന്നുമല്ല. ഷി വാണ്ടഡ് ടു ഈറ്റ് ദ മങ്കീസ് ഹാർട്ട്. മങ്കിയുടെ ഹാർട്ട് കഴിക്കണം. എന്തുകൊണ്ടെന്നാൽ മങ്കി വളരെ മധുരമുള്ള മാങ്ങകളല്ലേ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഹാർട്ട് കഴിക്കണമെന്ന്. ഇതായിരുന്നു ആ ക്രോക്കഡൈലിന്റെ ഭാര്യയുടെ ആഗ്രഹം. മങ്കിയെ വീട്ടിൽ ഡിന്നറിന് കൊണ്ടുവരണമെന്ന് ഭാര്യ ക്രോക്കഡൈലിന്റെ അടുത്ത് പറഞ്ഞു. ദ ക്രോക്കഡൈൽ സാഡ്. ക്രോക്കഡൈൽ വളരെ ദുഃഖിതനായി, ഓഫ് കോഴ്സ്, ബട്ട് സ്കെയർഡ് ഓഫ് ഹിസ് വൈഫ്. പക്ഷെ ഭാര്യയെ പേടിയുണ്ടായിരുന്നത് കൊണ്ട്, സ്കെയർഡ് മീൻസ് പേടിയുണ്ടാവുക, സ്കെയർഡ് ഓഫ് ഹിസ് വൈഫ്. നിങ്ങൾക്ക് ഇരുട്ട് പേടിയാണോ? അപ്പൊ നമ്മൾ പറയും ഐ എം സ്കെയർഡ് ഓഫ് ഡാർക്ക്നെസ്, ഐ എം സ്കെയർഡ് ഓഫ് ഡോഗ്സ്, ഐ എം സ്കെയർഡ് ഓഫ് കോക്രോച്ച്. സോ ഹി ഇൻവൈറ്റഡ് ദ മങ്കി ഫോർ എ റൈഡ് അക്രോസ് ദ റിവർ. അപ്പോൾ ഈ റിവറിന്റെ അപ്പുറത്തേക്ക് ഒരു റൈഡ് പോകാം, എന്നിട്ട് എൻ്റെ വീട്ടിൽ പോയി ഡിന്നർ കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ക്രോക്കഡൈൽ എന്ത് ചെയ്തു? ഹി ഇൻവൈറ്റഡ് the monkey. The monkey jumped onto his back. monkey വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്തു? ക്രോക്കഡൈലിന്റെ മുതുകത്തേക്ക് ചാടിക്കേറിയിരുന്നു. jumped onto, അതാണ് jumped onto എന്ന് പറഞ്ഞാൽ മുതുകത്തേക്ക് ചാടിക്കേറിയിരുന്നു. in the middle of the river the crocodile confessed. അപ്പോൾ റിവറിന്റെ നടുക്കെത്തി ക്രോക്കഡൈൽ മങ്കിയോട് തുറന്നു പറഞ്ഞു, ഏറ്റു പറഞ്ഞു. അപ്പൊ കൺഫസ് ചെയ്തു, തുറന്നു പറഞ്ഞു. എന്താണ്? my wife wants to eat your heart. എൻ്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം കഴിക്കണം.
The clever monkey stayed calm and said. ബുദ്ധിമാനാണല്ലോ മങ്കി, നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ ഇത്. മങ്കി എന്ത് ചെയ്തു? വളരെ കാമായിട്ട് ഇങ്ങനെ ഇരുന്നു, സമാധാനമായിട്ട് നിന്നിട്ട് ആൻഡ് സെഡ്, ഓ നോ, ഐ ലെഫ്റ്റ് മൈ ഹാർട്ട് ഓൺ ദി ട്രീ. അയ്യോ, ഞാൻ എൻ്റെ ഹൃദയം ആ ട്രീയിൽ വെച്ചിട്ടാണ്, മരത്തിൽ വെച്ചിട്ടാണല്ലോ വന്നത്. ഇഫ് യു ടേക്ക് മീ ബാക്ക് ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. ഇഫ് യു ടേക്ക് മീ ബാക്ക് ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. നീ എന്നെ തിരിച്ച് കൊണ്ടുപോകാമെങ്കിൽ ഞാനത് നിനക്ക് തരാം. ഇത് ഇംഗ്ലീഷിലെ ഒരു ഘടാഘടിയൻ സെന്റൻസ് ആണ് ഇത് കേട്ടോ. ഇത് കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയും. എന്നെ നീ സഹായിക്കാമെങ്കിൽ, അതൊരു കണ്ടീഷനാണ് അല്ലെ, നമ്മളൊരു ഡിമാൻഡ് ചെയ്യാണ്. നീ എന്നെ സഹായിക്കാമെങ്കിൽ ഞാൻ ഈ ജോലി വേഗം തീർക്കാം. ഇഫ് യു ഹെൽപ്പ് മീ ഐ വിൽ ഫിനിഷ് ദ വർക്ക് ഫാസ്റ്റർ. മഴ പെയ്താൽ നമ്മൾ ഇന്നത്തെ പിക്നിക് ക്യാൻസൽ ചെയ്യും. അപ്പൊ എങ്ങനെ പറയാം? ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ക്യാൻസൽ ദ പിക്നിക്. നീ എന്നെ വിളിച്ചാൽ ഞാൻ നിന്നെ കൊണ്ടുപോവാം. ഞാൻ അവിടെ വന്ന് കൊണ്ടുപോവാന്ന് പറയില്ലേ, പിക്ക് ചെയ്യാമെന്ന് പറയില്ലേ. അപ്പൊ എളുപ്പമല്ലേ? ഒന്ന് പറഞ്ഞു നോക്കി. ഇഫ് യു കോൾ മീ ഐ വിൽ പിക്ക് യു അപ്പ്. എനിക്ക് ആ ജോലി കിട്ടിയാൽ ഞാൻ സിറ്റിയിലേക്ക് പോകും. അത് നിങ്ങൾ എഴുതി കമന്റ് ബോക്സിൽ ഇടണം. എനിക്ക് ആ ജോലി കിട്ടിയാൽ ഞാൻ സിറ്റിയിലേക്ക് പോകും. മാറും എന്ന്, അങ്ങോട്ടേക്ക് മാറി താമസിക്കില്ലേ. അപ്പൊ നമ്മുടെ ക്രോക്കഡൈൽ, ഹി വാസ് എ ഫൂൾ. അതുകൊണ്ടാണല്ലോ ഭാര്യയെ പേടിച്ചതും. അപ്പോ ദ ഫൂളിഷ് ക്രോക്കഡൈൽ സ്വാം ബാക്ക്. മണ്ടനായ ഈ മുതല തിരിച്ചു നീന്തി. As soon as they reached the river bank, the monkey jumped onto the tree. As soon as they reached എന്ന് പറഞ്ഞാൽ അവർ അവിടെ എത്തിയ ഉടനെ, അവർ വന്ന ഉടനെ എങ്ങനെ പറയും? As soon as they came. മഴ പെയ്ത ഉടനെ as soon as it rained. ട്രെയിൻ വന്ന ഉടനെ as soon as the train came, I jumped into the train. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പിന്നെ വിസ ഒരിക്കലും തിരിച്ചു കിട്ടൂല. അങ്ങോട്ടേക്ക് അങ്ങ് പോകാനേ പറ്റും. വൺ വേ ടിക്കറ്റ് ആയി പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ചാടരുത്. അങ്ങനെ ട്രീയുടെ മുകളിൽ ചാടി കയറി ഇരുന്നിട്ട് മങ്കി എന്ത് പറഞ്ഞു? യു ട്രിക്ഡ് മീ. നീ എന്നെ പറ്റിച്ചു. ബട്ട് ഐ ട്രിക്ഡ് യു ഫസ്റ്റ്. പക്ഷെ ഞാൻ അതിനേക്കാൾ മുന്നേ നിന്നെ പറ്റിച്ചു. യു ഗോ അവേ. നീ പോ എന്ന് മങ്കി ക്രോക്കഡൈലിനോട്. അപ്പൊ ഈ ഒരു കൊച്ചു കഥയിലൂടെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് ഇന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇത് നന്നായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ചേരാൻ മറക്കണ്ട. സയൻസ് ട്യൂഷന് ഈ നമ്പറിൽ വിളിക്കും. Okay, so see you in the next video. Until then, you take care. Sadguru Sharanam.